ഹായ് ഫ്രണ്ട്സ്, റാങ്ക്ലിഷ് PSCയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത് അസിസ്റ്റൻറ്റ് മാനേജർ, മാർക്കറ്റിംഗ് ഓർഗനൈസർ, എക്സൈസ് ഇൻസ്പെക്ടർ, LSDA സെക്രട്ടറി എന്നീ പോസ്റ്റുകളിലേക്ക് കേരള PSC നടത്തിയ ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ 1 മുതൽ 50 വരെയുള്ള ചോദ്യങ്ങളാണ്. ഇന്ന് നമുക്ക് അതേ പരീക്ഷയുടെ 70 മുതൽ 100 വരെയുള്ള ചോദ്യങ്ങളാണ് നോക്കേണ്ടത്. ഇതിൽ ഇംഗ്ലീഷും മലയാളവുമാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. What part of speech is the word quickly? What part of speech is the word quickly? Options: adjective, noun, adverb, verb. ഉത്തരം ഓപ്ഷൻ സി ആണ്, adverb. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദ ഇൻകറക്റ്റ് സ്പെല്ലിങ്സ്. തന്നിരിക്കുന്ന 3 എണ്ണത്തിൽ നിന്നും തെറ്റായിട്ടുള്ള സ്പെല്ലിംഗ് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉമാണ് തെറ്റായിട്ടുള്ള സ്പെല്ലിങ്സ്. ആദ്യത്തേതാണ് നെസസറിയുടെ കറക്റ്റ് സ്പെല്ലിംഗ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് ദ ഇൻകറക്റ്റ് പ്രിപ്പോസിഷൻ യൂസേജ്. ഹി ഈസ് അലർജിക് ടു കാറ്റ്സ്. ഷീ ഈസ് ഫോണ്ട് ഓഫ് പ്ലേയിങ് ദ പിയാനോ. ദ ടീച്ചർ ഇൻസിസ്റ്റഡ് ഇൻ കംപ്ലീറ്റിംഗ് ദ അസൈൻമെൻറ്റ്. ദേ ആർ എക്സൈറ്റഡ് അബൌട്ട് ദി അപ്കമിംഗ് ട്രിപ്പ്. ഒന്നും കൂടി വായിക്കാം ഓപ്ഷൻസ്. ഹി ഈസ് അലർജിക് ടു കാറ്റ്സ്. ഷീ ഈസ് ഫോണ്ട് ഓഫ് പ്ലേയിങ് ദ പിയാനോ. ദ ടീച്ചർ ഇൻസിസ്റ്റഡ് ഇൻ കംപ്ലീറ്റിംഗ് ദി അസൈൻമെൻറ്റ്. ദേ ആർ എക്സൈറ്റഡ് അബൌട്ട് ദി അപ്കമിംഗ് ട്രിപ്പ്. ഇതിൽ തെറ്റായിട്ടുള്ള പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ദ ടീച്ചർ ഇൻസിസ്റ്റഡ് ഇൻ കംപ്ലീറ്റിംഗ് ദി അസൈൻമെൻ്റ് ആണ് തെറ്റായിട്ടുള്ള പ്രിപ്പോസിഷൻ യൂസേജ് എന്ന് പറയുന്നത്. 74ാമത്തെ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് കറക്റ്റ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ്. ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് കറക്റ്റ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ്. ആദ്യത്തെ ഓപ്ഷൻ, ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഹാവ് ദെയർ ഓൺ ലാപ്ടോപ്പ്. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഹാസ് ദെയർ ഓൺ ലാപ്ടോപ്പ്. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഹാവ് ഹിസ് ഓൺ ലാപ്ടോപ്പ്. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻറ്റ് ഹാസ് ഹിസ് ഓൺ ലാപ്ടോപ്സ്. ഒന്നുകൂടി വായിക്കാം. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഹാവ് ദെയർ ഓൺ ലാപ്ടോപ്പ്. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഹാസ് ദെയർ ഓൺ ലാപ്ടോപ്പ്. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഹാവ് ഹിസ് ഓൺ ലാപ്ടോപ്പ്. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻറ്റ് ഹാസ് ഹിസ് ഓൺ ലാപ്ടോപ്സ്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഹാസ് ദെയർ ഓൺ ലാപ്ടോപ്പ്. ഇതിൽ കറക്റ്റ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഹാസ് ദെയർ ഓൺ ലാപ്ടോപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അതിനടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെലക്ട് ദ സെൻറ്റൻസ് വിത്ത് പ്രോപ്പർ യൂസ് ഓഫ് ക്യാപിറ്റലൈസേഷൻ. സെലക്ട് ദ സെൻറ്റൻസ് വിത്ത് പ്രോപ്പർ യൂസ് ഓഫ് ക്യാപിറ്റലൈസേഷൻ. ക്യാപിറ്റലൈസേഷൻ കറക്റ്റായിട്ട് യൂസ് ചെയ്ത സെൻറ്റൻസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: ഐ ആം ഗോയിങ് ടു ദ മോൾ, ഐ ആം ഗോയിങ് ടു ദ മോൾ. ഇതിൽ ഐ ആം ഗോയിങ് ടു ദ മോൾ, ഐ ആം ഗോയിങ് ടു ദ മോൾ. അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷനിലാണ് കറക്റ്റ് പ്രോപ്പർ യൂസേജ് ഓഫ് ക്യാപിറ്റലൈസേഷൻ ഉള്ളതെന്ന് കണ്ടുപിടിക്കണം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഐ ആം ഗോയിങ് ടു ദി മോൾ. ഐ ക്യാപിറ്റൽ ലെറ്റർ ആണ്, ബാക്കിയെല്ലാം സ്മോൾ ലെറ്റർ ആണ്. സ്റ്റാർട്ടിങ് ആൻഡ് ലാസ്റ്റ് ഒരു ഫുൾ സ്റ്റോപ്പും ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ 78th ക്വസ്റ്റ്യൻ PSC ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 79th ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് എ ജെറണ്ട്. ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് എ ജെറണ്ട്. ഫസ്റ്റ്, ഷീ എൻജോയ്സ് ടു സ്വിം ഇൻ ദ ഓഷൻ. She enjoys swimming in the ocean. She enjoys swim in the ocean. She enjoys swam in the ocean. Options ഒന്നുകൂടി വായിക്കാം. She enjoys to swim in the ocean. She enjoys swimming in the ocean. She enjoys swim in the ocean. She enjoys swam in the ocean. ഇതിൻ്റെ കറക്റ്റ് യൂസേജ് ഓഫ് ജെറണ്ട് ഏത് സെൻറ്റൻസിലാണ് വന്നിരിക്കുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് വന്നിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്. ഷീ എൻജോയ് സ്വിമ്മിങ് ഇൻ ദി ഓഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടേം ഫോർ ദ എക്സസീവ് യൂസ് ഓഫ് വേർഡ്സ്. വാട്ട് ഈസ് ദ ടേം ഫോർ ദ എക്സസീവ് യൂസ് ഓഫ് വേർഡ്സ്. വേർഡ്സ് എക്സസീവായിട്ട് യൂസ് ചെയ്യുന്നതിനുള്ള ഒരു 1 വേർഡ് ടേം ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: വെർബോസിറ്റി, എലക്വൻസ്, കോൺഷ്യസ്നെസ്, ലാക്കണിസം. വെർബോസിറ്റി, എലക്വൻസ്, കൺസൈസ്നെസ്, ലാക്വനിസം. ഇതിൽ വരുന്ന കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, വെർബോസിറ്റി.
Choose the correct option for the reported speech. Choose the correct option for the reported speech. Direct speech എന്ന് പറയുന്നത് I won't be able to attend the meeting. She said. I won't be able to attend the meeting. She said. Options വായിക്കാം. She said that she couldn't attend the meeting. She said that she won't attend the meeting. She said she can't attend the meeting. She said she wouldn't be able to attend the meeting. ഒന്നും കൂടി ഓപ്ഷൻസ് വായിക്കാം. She said that she couldn't attend the meeting. She said that she won't attend the meeting. She said she can't attend the meeting. Option D. She said she wouldn't be able to attend the meeting. ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ ഫോർ ദ റിപ്പോർട്ടഡ് സ്പീച്ച് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഷീ സെഡ് ഷീ വുഡിൻ ബി ഏബിൾ ടു അറ്റൻഡ് ദി മീറ്റിംഗ്. ക്വസ്റ്റ്യനിൽ നമുക്ക് ഡയറക്റ്റ് സ്പീച്ചിൽ വോണ്ട് വന്നതുകൊണ്ടാണ് ഓപ്ഷനിൽ വുഡിൻ വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് മാസ്കുലിൻ ആൻഡ് ഫെമിനൈൻ ജെൻഡർ. ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് masculine and feminine gender. Options വായിക്കാം. The tigress is known for his stripes. The vixen is known for his cunning tricks. The stallion is recognized for his strength. The lion is known for her hunting skills. ഒന്നുകൂടി വായിക്കാം. The tigress is known for his stripes. The vixen is known for his cunning tricks. The stallion is recognized for his strength. The lion is known for her hunting skills. ഓപ്ഷൻ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ദ സ്റ്റാലിയൻ ഈസ് റെക്കഗ്നൈസ്ഡ് ഫോർ ഹിസ് സ്ട്രെങ്ത്. ദ സ്റ്റാലിയൻ ഈസ് റെക്കഗ്നൈസ്ഡ് ഫോർ ഹിസ് സ്ട്രെങ്ത് ആണ് ഇതിൽ കറക്റ്റ് മാസ്കുലിൻ ആൻഡ് ഫെമിനൈൻ ജെൻഡർ യൂസേജ് വന്നിരിക്കുന്നത്. ബാക്കി ടൈഗ്രസ് എന്ന് പറയുന്നത് ഫെമിനൈൻ ജെൻഡർ ആണ്, പക്ഷേ ഫോർ ഹിസ് സ്ട്രിപ്സ് എന്ന് കൊടുത്തിരിക്കുന്നതുകൊണ്ട് അത് ഓപ്ഷൻ തെറ്റാണ്. അടുത്തതും അതുപോലെയാണ്. വിക്സൺ എന്ന് പറയുന്നത് ഫെമിനൈൻ ആണ്, പക്ഷേ ഇത് ഹിസ് കണ്ണിങ് ട്രിക്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഓപ്ഷൻ ഡി ലയൺ. ലയൺ എന്ന് പറയുന്നത് മാസ്കുലിൻ ജെൻഡർ ആണ്, പക്ഷേ ഫോർ ഹർ ഹണ്ടിങ് സ്കിൽസ് എന്ന് കൊടുത്തിരിക്കുന്നതുകൊണ്ട് അതും തെറ്റാണ്. കറക്റ്റ് സ്റ്റാലിയൻ ആണ് മാസ്കുലിൻ ജെൻഡറും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഹിസ് സ്ട്രെങ്ത് എന്ന് കൊടുത്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് വേർഡ്സ്. സെലക്ട് ദ സെൻറ്റൻസ് വിത്ത് ദി കറക്റ്റ് യൂസേജ് ഓഫ് വേർഡ്സ്. The knight rode his horse into the sunset. 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 ഇവിടെ നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത് രണ്ട് വേർഡ്സിൻ്റെ സ്പെല്ലിങ്സ് ആണ്, നൈറ്റ് റോഡും. അപ്പം ഇതിലെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്, ഇത് നമുക്ക് കറക്റ്റ് ഓപ്ഷൻ ഇല്ല കാരണം PSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണിത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which sentence uses correct comparative degree? Which sentence uses correct comparative degree? Options: she runs more faster than him. She runs fast than him. She runs faster than him. She runs fastly than him. Options ഒന്നുകൂടി വായിക്കാം. She runs more faster than him. She runs fast than him. She runs faster than him. She runs fastly than him. Options correct option വരുന്നത് ഓപ്ഷൻ സി ആണ്. She runs faster than him. അതാണ് കറക്റ്റ് കമ്പാരേറ്റീവ് ഡിഗ്രിയുടെ യൂസേജ് വന്നിട്ടുള്ള സെൻറ്റൻസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ഇഡിയം ടു സ്പിൽ ദ ബീൻസ് മീൻസ്? വാട്ട് ഡസ് ദ ഇഡിയം ടു സ്പിൽ ദ ബീൻസ് മീൻസ്? ഓപ്ഷൻസ്: ടു ക്ലീൻ അപ്പ് എ മെസ്, ടു റിവീൽ എ സീക്രട്ട്, ടു സ്കാറ്റർ സീഡ്സ് ഇൻ എ ഗാർഡൻ, ടു ഡ്രിങ്ക് ടു മച്ച് കോഫി. ടു ക്ലീൻ അപ്പ് എ മെസ്, ടു റിവീൽ എ സീക്രട്ട്, ടു സ്കാറ്റർ സീഡ്സ് ഇൻ എ ഗാർഡൻ, ടു ഡ്രിങ്ക് ടു മച്ച് കോഫി. Correct answer is option B, to reveal a secret. So to spill the beans എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മീനിങ് എന്ന് പറയുന്നത് to reveal a secret ആണ്. Next question, choose the correct sentence with proper use of verb. Choose the correct sentence with the proper use of verb. Options: the child fallen asleep during the movie. The child fell asleep during the movie. The child falling asleep during the movie. The child fall asleep during the movie. ഒന്നും കൂടി വായിക്കാം. The child fallen asleep during the movie. The child fell asleep during the movie. The child falling asleep during the movie. The child fall asleep during the movie. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. The child fell asleep during the movie ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ, റെബേക്ക റെയർലി ഈറ്റ്സ് സ്വീറ്റ്സ്. റെബേക്ക റെയർലി ഈറ്റ്സ് സ്വീറ്റ്സ്. നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് ഫില്ല് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: ഡസ് ഷീ, ഈസ് ഇൻ ഷീ, ഡോണ്ട് ഷീ, ഡസ് നോട്ട് ഷീ. ഓപ്ഷൻസ്: ഡസ് ഷീ, ഈസ് ഇൻ ഷീ, ഡോണ്ട് ഷീ, ഡസ് നോട്ട് ഷീ. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഡസ് ഷീ ആണ് കറക്റ്റ് ആൻസർ. കാരണം ഇവിടെ തന്നിരിക്കുന്ന റെയർലി എന്ന് പറയുന്ന വാക്കെന്ന് പറയുന്നത് നമ്മൾ ഒരു നെഗറ്റീവ് സെൻസിൽ എടുക്കുന്ന വാക്കാണ്. സോ ദ ക്വസ്റ്റ്യൻ ടാഗ് വിൽ ബി പോസിറ്റീവ് ആയിരിക്കും. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ആകെയുള്ള പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് ഡസ് ഷീ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ടേം ഡിസ്ക്രൈബ്സ് ദ ഡെലിബറേറ്റ് ആൻഡ് സിസ്റ്റമാറ്റിക് എക്സ്റ്റർമിനേഷൻ ഓഫ് എ നാഷണൽ, റേഷ്യൽ, പൊളിറ്റിക്കൽ or cultural group? What term describes the deliberate and systematic extermination of a national, rational, political or cultural group? Options: xenophobia, genocide, misogyny, ethnicity. Correct answer വരുന്നത് ഓപ്ഷൻ ബി ആണ്. ജീനോസൈഡ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, choose a suitable synonym from the following options for the given word. Choose a suitable synonym from the following options for the given word. വേർഡ് എന്ന് പറയുന്നത് മെറ്റിക്കുലസ് ആണ്. മെറ്റിക്കുലസ്. ഓപ്ഷൻസ് വായിക്കാം. കെയർഫുൾ, മെസ്സി, കെയർലെസ്, ബോത്ത് എ ആൻഡ് ബി. കെയർഫുൾ, മെസ്സി, കെയർലെസ്, ബോത്ത് എ ആൻഡ് ബി. സിനോണിം ആണ് ചോദിച്ചിരിക്കുന്നത്. മെറ്റിക്കുലസ് ആണ് വേർഡ്. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ എ, കെയർഫുൾ. മെറ്റിക്കുലസ് അതിൻ്റെ സിനോണിം ഫോം എന്ന് പറയുന്നത് കെയർഫുൾ ആണ്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് മലയാളമാണ്. മലയാളത്തിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതും കൂടി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ പദം തിരഞ്ഞെടുക്കുക. ശരിയായ പദം തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ നിന്നും ശരിയായി വിദ്യുത് ശക്തി എന്ന് എഴുതുന്നത് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് ആൻസർ ഓപ്ഷൻ ബി ആണ്. വിദ്യുത് ശക്തി എന്നാണ് നമ്മൾ എഴുതുന്നത്. കറക്റ്റ് വേർഡ് എന്ന് പറയുന്നത് വിദ്യുത് ശക്തി എന്നാണ് എഴുതുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ വാക്യം കണ്ടെത്തുക. ശരിയായ വാക്യം കണ്ടെത്തുക. ഓപ്ഷൻസ്: 100 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഭൂമി, 100 ചതുരശ്ര മീറ്റർ വിസ്താരമുള്ള ഭൂമി, 100 ചതുരശ്ര മീറ്റർ വിസ്തീർണമായ ഭൂമി, 100 ചതുരശ്ര മീറ്റർ വിസ്തീർണതയോടുകൂടിയുള്ള ഭൂമി. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 100 ചതുരശ്ര മീറ്റർ വിസ്തീർണമായ ഭൂമിയാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്ന വാക്യത്തിൻ്റെ ശരിയായ പരിഭാഷ ഏത്? എനിക്ക് തലവേദനയുണ്ട്. ചുവടെ കൊടുത്തിരിക്കുന്ന വാക്യത്തിൻ്റെ ശരിയായ പരിഭാഷ ഏത്? എനിക്ക് തലവേദനയുണ്ട്. ഓപ്ഷൻസ്: ഐ ആം സഫറിംഗ് ഫോർ ഹെഡേക്ക്, ഐ ആം സഫറിംഗ് ബൈ ഹെഡേക്ക്, ഐ ആം സഫറിംഗ് ടു ദ ഹെഡേക്ക്, ഐ ആം സഫറിംഗ് ഫ്രം ഹെഡേക്ക്. ഓപ്ഷൻസ് ഒന്നുകൂടി വായിക്കാം. ഐ ആം സഫറിംഗ് ഫോർ ഹെഡേക്ക്, ഐ ആം സഫറിംഗ് ബൈ ഹെഡേക്ക്, ഐ ആം സഫറിംഗ് ടു ദ ഹെഡേക്ക്, ഐ ആം സഫറിംഗ് ഫ്രം ഹെഡേക്ക്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഐ ആം സഫറിംഗ് ഫ്രം ഹെഡേക്ക് ആണ് എനിക്ക് തലവേദനയുണ്ട് എന്ന വാക്യത്തിൻ്റെ ശരിയായ പരിഭാഷ. അടുത്ത ചോദ്യം, അറിയാനുള്ള ആഗ്രഹം ഒറ്റപ്പദം ഏതാണ്? അറിയാനുള്ള ആഗ്രഹം ഒറ്റപ്പദം ഏതാണ്? ഓപ്ഷൻസ്: ജിജ്ഞാസ, വിവക്ഷ, ജ്ഞാനം, ജ്ഞേയം. ജിജ്ഞാസ, വിവക്ഷ, ജ്ഞാനം, ജ്ഞേയം. അറിയാനുള്ള ആഗ്രഹം അതിൻ്റെ ഒറ്റപ്പദം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ജിജ്ഞാസ. അറിയാനുള്ള ആഗ്രഹം അതിന് ഒറ്റപ്പദം ജിജ്ഞാസ. അടുത്ത ചോദ്യം, പക്ഷിക്കൂട് എന്ന പദത്തിൻ്റെ പര്യായം ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക. പക്ഷിക്കൂട് എന്ന പദത്തിൻ്റെ പര്യായം ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക. ഓപ്ഷൻസ്: അഖം, നീടം, കന്തളം, നിടിലം. അഖം, നീടം, കന്തളം, നിടിലം. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. നീടമാണ് പക്ഷിക്കൂട് എന്ന പദത്തിൻ്റെ പര്യായം. അടുത്ത ചോദ്യം, ചേർത്തെഴുതുക. വാക്ക് അധികം വാദം. ചേർത്തെഴുതുക. വാക്ക് അധികം വാദം. ഓപ്ഷൻസ്: വാഗ്വാദം, 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 വാക്യാദം. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. വാഗ്വാദമാണ് കറക്റ്റ്. വാക്ക് അധികം വാദം എന്നെഴുതുമ്പം അതിന് ചേർത്തെഴുതുന്ന പദം എന്ന് പറയുന്നത് വാഗ്വാദമാണ്. അടുത്ത ചോദ്യം, അമരം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏത്? അമരം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏത്? ഭ്രമരം, അണിയം, അനാമരം, നിരാമരം. ഭ്രമരം, അണിയം, അനാമരം, നിരാമരം.
അമരം എന്ന പദത്തിൻ്റെ വിപരീത പദം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, അണിയമാണ്. അമരം വിപരീത പദം അണിയം. അടുത്ത ചോദ്യം, ചുവടെ ചേർത്തിരിക്കുന്നവയിൽ നിന്നും പഴഞ്ചൊല്ല് കണ്ടെത്തുക. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ നിന്നും പഴഞ്ചൊല്ല് കണ്ടെത്തുക. അധികമായാൽ അമൃതും വിഷം, ഞെട്ടില്ല വട്ടയില, ഭഗീരഥ പ്രയത്നം, മനസാ വാച കർമ്മണ. അധികമായാൽ അമൃതും വിഷം, ഞെട്ടില്ല വട്ടയില, ഭഗീരഥ പ്രയത്നം, മനസാ വാച കർമ്മണ. ഇതിൻ്റെ കറക്റ്റ് പഴഞ്ചൊല്ലെന്ന് തന്നിരിക്കുന്നവയിൽ പഴഞ്ചൊല്ലെന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, അധികമായാൽ അമൃതും വിഷം. ശരി ഉത്തരം തിരഞ്ഞെടുക്കുക. താവഴി. ശരി ഉത്തരം തിരഞ്ഞെടുക്കുക. താവഴി. ഓപ്ഷൻസ് താ അധികം വഴി, താവ് അധികം വഴി, തായ് അധികം വഴി, താ അധികം അഴി. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, തായ് അധികം വഴിയാണ്. താവഴി എന്ന് പറഞ്ഞാൽ തായ് അധികം വഴി. തായ് എന്ന് പറഞ്ഞാൽ അമ്മ, അമ്മ വഴിയുള്ള ബന്ധങ്ങൾ, നമ്മൾ താവഴി ഉള്ള ബന്ധം എന്ന് നമ്മൾ പറയുന്ന പോലെ താ മീൻസ് താവഴി എന്ന് പറയുന്നതിനെ നമ്മൾ തായ് അധികം വഴി എന്നാണ് പിരിച്ചെഴുതുന്നത്. അവസാന ചോദ്യം, പെങ്ങൾ എന്ന വാക്ക് ഏത് വചനമാണെന്ന് കണ്ടെത്തുക. പെങ്ങൾ എന്ന വാക്ക് ഏത് വചനമാണെന്ന് കണ്ടെത്തുക. ബഹുവചനം, ഏകവചനം, ദ്വിവചനം, അനേകവചനം. ബഹുവചനം, ഏകവചനം, ദ്വിവചനം, അനേകവചനം. ഓപ്ഷൻ ബി ആണ് ആൻസർ, ഏകവചനമാണ്. പെങ്ങൾ എന്ന് പറയുന്നത് ഒരു ഏകവചനമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് 70 മുതൽ 100 വരെയുള്ള ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ രീതിയിൽ മുൻവർഷ ചോദ്യ പേപ്പറുകൾ ഡിസ്കസ് ചെയ്യുന്നതിലൂടെ PSC ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കും. അതിലൂടെ നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളിൽ ഒരു 80% മുകളിലും ഉത്തരം നൽകാൻ കഴിയും. അപ്പോൾ ഇനിയും ഇതുപോലെ അടുത്ത വീഡിയോയിൽ പുതിയൊരു ചോദ്യ പേപ്പർ ഡിസ്കഷൻ ചെയ്യാം നമുക്ക്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.